NH85 നേരിമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലം വനഭൂമിയാണെന്ന തർക്കത്തിൽ നിർത്തിവെച്ചിരുന്ന ഹൈവേ വികസനം പുനരാരംഭിക്കുവാൻ സർക്കാർ ഉത്തരവിട്ടു. 14.5 കിലോമീറ്റർ സ്ഥലം വനഭൂമിയാണെന്ന് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി പരിഗണിച്ചാണ് നിർമ്മാണം നിർത്തിവെച്ചത്. ഈ നിർമ്മാണ നിരോധനത്തിനാണ് ഇപ്പോൾ സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. NH85 നേരിമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലം വനഭൂമിയാണെന്ന തർക്കത്തിൽ നിർത്തിവെച്ചിരുന്ന ഹൈവേ വികസനം പുനരാരംഭിക്കാൻ സർക്കാർ ഉത്തരവിട്ടത് ഹൈറേഞ്ച് വികസനത്തിന് ഊന്നലാകും. 14.5 കിലോമീറ്റർ സ്ഥലം വനഭൂമിയാണെന്ന് സ്വകാര്യ വ്യക്തി നൽകിയ ഹർജി പരിഗണിച്ചാണ് നിർമ്മാണം നിർത്തിവെച്ചത്. ഇത് വനഭൂമിയാണെന്ന് മുൻ സർക്കാരിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്ത് നൽകിയതും നിർമ്മാണ നിരോധനത്തിന് കാരണമായി. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ വിഷയത്തിൽ അനുകൂല നടപടിയുണ്ടായതിൽ ജില്ല ആഹ്ലാദത്തിലാണ്. ടൂറിസം വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന സർക്കാർ വിധിക്ക് ഡീൻ കുര്യാക്കോസ് MPയുടെയും ദേശീയപാത സംരക്ഷണ സമിതിയുടെയും അതിജീവന പോരാട്ടവേദി പ്രവർത്തകരുടെയും സജീവ ഇടപെടൽ നിർണായകമായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് ഇവർ പറയുന്നു. വനംവകുപ്പിന്റെ എതിർപ്പിനെ മറികടന്ന് 2024 മാർച്ചിലാണ് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള പാതയുടെ നവീകരണ ജോലികൾക്ക് MP ഇടപെട്ട് കേന്ദ്ര ദേശീയപാത വിഭാഗം 980 കോടി രൂപ അനുവദിച്ചത്. എന്നാൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരം വനംവകുപ്പിന്റെ തടസ്സവാദങ്ങളെ തുടർന്ന് ഒഴിവാക്കി ശേഷിക്കുന്ന ഭാഗത്തെ നവീകരണ ജോലികൾ ആരംഭിക്കുകയായിരുന്നു. വനംവകുപ്പിന്റെ തടസ്സവാദങ്ങളെയും പരിസ്ഥിതി പ്രവർത്തകന്റെ ഹർജിയെയും തുടർന്നാണ് നവീകരണ ജോലികൾ തടസ്സപ്പെട്ടത്. വനംവകുപ്പിന്റെ സഹകരണം തേടി ഡീൻ കുര്യാക്കോസ് MP പലതവണ വനംവകുപ്പ് NH ഉദ്യോഗസ്ഥരുടെ യോഗം ഇടുക്കി കളക്ടറേറ്റിലും തിരുവനന്തപുരത്തും വിളിച്ചു ചേർത്തിരുന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് വനംവകുപ്പ് സ്വീകരിച്ചത്. ഇതോടെ വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾക്കെതിരെ സംഘടനാ നേതാക്കൾ അടിമാലിയിൽ യോഗം ചേർന്ന് 2 വർഷം മുമ്പ് ദേശീയപാത സംരക്ഷണ സമിതിക്ക് രൂപം നൽകി പ്രക്ഷോഭം തുടങ്ങി. നിരന്തരമായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അനുകൂല ഉത്തരവ് നേടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.